ഹായ്, ഐ ആം ആലിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വേറെ ഒന്നും ആയിട്ടല്ല, കുറച്ചധികം സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ചധികം സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ മിനിമം 1 മന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ റിവ്യൂ പറയുന്നത്. ചിലതൊക്കെ ഇയേഴ്സ് ആയിട്ട്, ചിലതൊക്കെ കുറച്ച് മന്ത്സ് ആയിട്ടും യൂസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് മുതൽ തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ പ്ലമ്മിൻ്റെ ഈ നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ ടോണറാണ്. ഇതൊരു അടിപൊളി ടോണറാണ് കേട്ടോ. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഐ തിങ്ക് ഒരു 4 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സ് കുറഞ്ഞതെങ്കിലും ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. നല്ലൊരു, കാരണം ഇതിന് 3% നിയാസിനമൈഡ് ഉള്ള ഒരു ടോണർ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തി ഇത് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഇറക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു എല്ലാ ടോണറിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ സ്കിന്നിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് മെയിനായിട്ടും നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ചെയ്യും ആൻഡ് നമ്മുടെ പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യും എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ പോഴ്സ് ടൈറ്റൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് സ്കിൻ ബ്രൈറ്റനിങ് എനിക്ക് അറിഞ്ഞുകൂടാ. സ്കിൻ ബ്രൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കില്ല, ബട്ട് എൻ്റെ സ്കിൻ ബെറ്റർ ആക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കുന്ന ടാന് കാര്യങ്ങളൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്ത് ആ ഒരു ബ്രൈറ്റനായി ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. മാത്രമല്ല ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതിന് ഞാൻ സെക്കൻഡ് ബോട്ടിലും വാങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. നല്ല റിസൾട്ട് തരുന്ന ഒരു ടോണറാണ്. മസ്റ്റ് ബൈ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 440 ആണ് കാണിക്കുന്നത്. ബട്ട് നമുക്ക് ഓൺലൈനിലൊക്കെ നല്ല ഓഫറിൽ കാര്യങ്ങളിലൊക്കെ ഇത് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ സ്നെയിൽ മ്യൂസിക്. ഇത് മാത്രമാണ് ഞാൻ കാണിക്കുന്നതിൽ 500 എബോവ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം 500 ബിലോ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കേട്ടോ. ഇത് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിൻ പവർ എസൻസ് കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ്. ഇത് ഞാൻ കുറേ കൺഫ്യൂസ്ഡായി. ഇത് വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് ഒരുപാട് ആലോചിച്ചിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ്. കാരണം ഇതിൻ്റെ റേറ്റ് അറിയാലോ. എനിക്കിത് 850ക്കാണ് കിട്ടിയത്. മിന്ത്രയിൽ ഓഫറുള്ള ടൈമിൽ എനിക്ക് 850ക്കാണ് കിട്ടിയത്. ബട്ട് ഇതിൻ്റെ റിയൽ പ്രൈസ് 1500 അടുപ്പിച്ചൊക്കെ വരും. ഓഫറിൽ കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് വാങ്ങാവുന്നേ ഉള്ളൂ. മിന്ത്രയിൽ എനിക്കിത് 850ക്കാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 മന്ത് ആയി കാണും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിത് അത്യാവശ്യം നല്ല റിസൾട്ട് തരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ട്രാവൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ സ്കിൻ കെയർ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാതെ കുറച്ച് സ്കിൻ മോശമായിട്ട് ഇരിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങണോ വേണ്ടിയെന്ന് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് വാങ്ങിയ പ്രൊഡക്റ്റാണ്. കാരണം ചിലരുടെ സ്കിന്നിലൊക്കെ ഇത് ഇറിറ്റേഷൻസ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റും എന്നാണ്. ബട്ട് നിങ്ങൾ നോക്കി വാങ്ങുക. ഇത് കുറേ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. അങ്ങനെ ആക്നെ പ്രോൺ സ്കിന്നൊന്നും അല്ല, സെൻസിറ്റീവ് അല്ല. ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് ഞാൻ ഉറപ്പായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യും. ഇതെല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ഓയിലി സ്കിന്നുള്ള ഒരു ആൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എനിക്കറിയാം. നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ഇതിൻ്റെ ചെറിയ സൈസ് അവൈലബിൾ ആണ്. സോ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും വലിയത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ. ബട്ട് ഇത് ശരിക്കും വർത്താണ്. ഇത്രയും ഒരു സാധനം വാങ്ങിയാൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. ഇത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ 1 മന്ത് യൂസ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഹോസ്റ്റലൊക്കെ നിൽക്കുന്നവർക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് വാങ്ങി ജസ്റ്റ് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് കിട്ടോ. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ പ്ലമ്മിൻ്റെ ഈ മാൻഡറിൻ ആൻഡ് വൈറ്റമിൻ സി സിറമാണ്. ഇതൊരു 50% വൈറ്റമിൻ സി സിറമാണ് വരുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഏത് സ്കിൻ കൺസേൺ ഉള്ളവർക്ക് ഏത് സിറാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സിറം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ സ്കിന്നിൽ വർക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ടൈപ്പ് ഓഫ് സിറമാണ്. വൈറ്റമിൻ സി സിറം എൻ്റെ സ്കിന്നിന് അങ്ങനെ വർക്ക് ആവില്ല എന്ന് തോന്നിയൊരു സിറമാണ്. ബട്ട് ഇത് നൈസാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ എൻ്റെ സ്കിന്നിൽ എനിക്ക് ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് കഴിയാറായി. ഈ ബോട്ടിൽ, ഇത് ചെറിയ ബോട്ടിലായിരുന്നു, ഇത് കഴിയാറായി.
ഓക്കെ, ഇത് നമുക്കൊരു 200-300 അറൗണ്ട് ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നുള്ളത്, ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇതെല്ലാ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. കോമ്പിനേഷൻ സ്കിന്നിന് ഓക്കെ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നായിട്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. വേറെ ആക്നെ പ്രോൺ സെൻസിറ്റീവ് ഒന്നും അല്ലെങ്കിൽ ഇത് അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓയിലി സ്കിന്നിന് നല്ലപോലെ വർക്ക് ആവുന്നൊരു സെറമാണ് കേട്ടോ ഇത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് മേ ബി ഇത് കുറച്ച് ഡ്രൈനെസ് ഉണ്ടാക്കും. ആ ഒരു ഡ്രൈനെസ് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്താൽ ഇത് ഓക്കെയാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പോകും. പിന്നെ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്ത് വാങ്ങിയാലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ സെറോ ആണെങ്കിൽ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ സെറം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ വാസ്ലിൻ്റെ ലിപ് ബാം. ഇത് ലിപ് ബാമിൻ്റെ ഒരു ഡ്യൂട്ടി ഇത് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈനെസ് മാറ്റുക, ലിപ്പ് എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക, അതിൻ്റെ ഒരു വർക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാനിത് എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇത് ഞാൻ ഐ തിങ്ക് കുറച്ച് മന്ത്സായിട്ട് യൂസ് ചെയ്യുന്നത്, എനിക്കറിയില്ല എത്രയെന്ന് അറിയില്ല, കുറച്ച് നാളായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമാണ് ഇത്. ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ കാര്യങ്ങൾ മാറ്റും അങ്ങനെയൊന്നും പറയില്ല, ബട്ട് നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് തരുന്നൊരു ലിപ് ബാമാണ്, നല്ലൊരു ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക, ഞാൻ റെക്കമെൻഡ് ചെയ്യും. ദെൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഐ ക്രീം. ഇത് ഞാൻ കുറച്ച് നാളായുള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, 1 month അടുത്തായിട്ടുള്ളൂ. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു ആക്ച്വലി, ഷോർട്സ് ആയിട്ട്. ഇത് ലൈക്ക് നല്ല ക്യൂട്ട് പാക്കേജാന്നൊക്കെ പറഞ്ഞ്, ബട്ട് നല്ല പൂവർ പാക്കേജിങ് ആണ് കേട്ടോ. ക്യൂട്ടാണ് കാണുമ്പോൾ, ബട്ട് അടപ്പ് പൊട്ടി കണ്ടോ, ഒരു സുഖമില്ല. പാക്കേജിങ് അത്ര പോരാ, പാക്കേജിങ് ഇമ്പ്രൂവ് ആക്കണം എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഒന്നും എനിക്കില്ല, എങ്ങനെ ചെറിയ തോതിലുണ്ട്, അതൊക്കെ ഒന്ന് ബെറ്റർ ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഇടയ്ക്കായിട്ട് ഉറക്കം തീരെയില്ല, ഉറങ്ങാതെ നമ്മൾ എത്ര അണ്ടർ ഐ ക്രീം യൂസ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇത് വർക്കിംഗ് ആണ്, ബട്ട് എനിക്കത്ര പറയാറായിട്ടില്ല. നിങ്ങൾക്ക് കാണുമായിരിക്കും ചെറിയ തോതിൽ ഇപ്പോൾ ഉണ്ട്, ബട്ട് ഒരുപാട് ഉള്ള ആളും അല്ലായിരുന്നു ഞാൻ, എങ്കിലും വർക്കിംഗ് ആണെന്ന് നമുക്ക് പറയാം. ഞാൻ കൂടുതൽ റിവ്യൂ കുറച്ച് നാളും കൂടെ യൂസ് ചെയ്ത് എനിക്ക് ഉറക്കം പ്രോപ്പറായി കഴിഞ്ഞാലാണ് എനിക്കിത് കറക്റ്റ് റിവ്യൂ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ പറയുകയാണ്, വലിയ കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്റ്റാണ്, യൂസ് ചെയ്ത് നോക്കാം. ദെൻ അടുത്തത് വന്നിട്ട് ഈ മോയ്സ്ചറൈസറാണ്. ഇതിപ്പോൾ ഇത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത്ര ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഫീൽ ചെയ്തത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്കാവും. നല്ല മോയ്സ്ചറൈസ് തന്നെ ഒരു ക്രീമാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നായിട്ട് തന്നെ ഇത് ഒരു കുറച്ചെടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് കുറച്ച് ഓയിലി ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെയാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ബട്ട് ഓയിലി സ്കിന്നുള്ളവർ സ്റ്റേ അവേ ഫ്രം ദിസ്, അത് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം എണ്ണപ്പാടത്തി മുങ്ങിയ പോലെ ഇരിക്കും. ഇതെനിക്ക് കുഴപ്പമില്ല, എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് സീനില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല റിസൾട്ട് തരുന്നൊരു ക്രീമാണ്, നല്ലതാണ്, നല്ല മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കോംബോ ആയിരുന്നു വാങ്ങിയത്, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എനിക്ക് ചെറിയ റിഗ്രറ്റ് വന്നേനെ. ദെൻ അടുത്തത് വന്നിട്ട് ഈ സൺ ഗാർഡിൻ്റെ ജോവിസ് ഹെർബൽസിൻ്റെ ഈ സൺസ്ക്രീനാണ്. ആക്ച്വലി ഇത് ഞാൻ 1 year ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണ് കേട്ടോ. ബട്ട് ഇതിൻ്റെ മീതെ നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ സൺസ്ക്രീനായിട്ട് മിക്സ് ആവുന്ന പോലെ, അതുപോലെ നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഗ്രീസി ആകുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. ബട്ട് എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു സ്കിൻ കെയർ ചെയ്യുക, സൺസ്ക്രീൻ വെച്ച് നിർത്തുക, തന്നെ ഒരു ലിപ്സ്റ്റിക് ഐലൈനറാണ് മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്യുക, ചിലപ്പോൾ ഐബ്രോ ആൻഡ് പൗഡർ, ഇത്രയാണ് ഞാൻ ചെയ്യാറ് പൊതുവെ. അപ്പോൾ എനിക്കിത് നല്ല സൺസ്ക്രീനായിട്ട് ഫീൽ ചെയ്തു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 year ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 year എബോവ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. എനിക്കിഷ്ടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു സൺസ്ക്രീനാണ്. ബട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഓയിലി ആയിട്ടുള്ള പോലെയൊക്കെ ഫീൽ ചെയ്യും. ഓയിലി സ്കിന്നുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഓക്കെയാണ്. ഇതിന് ഡിമെറിറ്റ്സ് ഉണ്ട്, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ്, ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം ഇതെൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്ന എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഇത് ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയില്ല. ബട്ട് ഇതിൻ്റെ നല്ല പ്രൊട്ടക്ഷനൊക്കെ തരും കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടൊക്കെ വെക്കുന്ന ഒരു സൺസ്ക്രീനാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ഓക്കെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. ഇതിപ്പോൾ തീരാറായിട്ടോ,
ഇപ്പോൾ ഈ ട്യൂബ് തീരാറായി. ഞാൻ 1 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീനായി. പിന്നെ കുറച്ച് വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് സ്കിൻ കെയറിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ റിവ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി മുന്നേ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ വന്ന് റിവ്യൂ ഒക്കെ പറയാം. ബട്ട് യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റാണെങ്കിൽ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ ആയിട്ട് വരാം. ഞാനിപ്പോൾ കുറച്ച് പ്രൊഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് കുറച്ച് നാൾ യൂസ് ചെയ്ത് നോക്കാതെ റിവ്യൂ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇപ്പം ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റിനും നമുക്ക് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 3 വീക്സ് എങ്കിലും യൂസ് ചെയ്യാതെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അത്യാവശ്യം നാൾ യൂസ് ചെയ്ത് വെക്കണതാണ്. ഇതിപ്പോൾ ഞാൻ പുതുതായിട്ട് വാങ്ങിയത് ഈ 3 എണ്ണമാണ്. ഇത് ഞാനൊരു 1 മന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്തായാലും 3 വീക്സ്, ഇത് രണ്ടും മേ ബി 3 വീക്സ്, പക്ഷേ ഇതൊരു 1 മന്തായി കാണും. ബാക്കിയൊക്കെ ഞാൻ കുറേ മന്ത്സായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് സോറി കോസാറക്സിൻ്റെ സ്റ്റീൽ മ്യൂസിനും പുതിയതാണ് കേട്ടോ. അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 1 മന്തായി കാണും. ബട്ട് ബാക്കിയൊക്കെ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന. ഇതൊരു കുറച്ച് മാസങ്ങളായി. ഐ തിങ്ക് 2025 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു ടൈം ഒരു യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് 1 ഇയറായി. ഓക്കെ, അപ്പോൾ നോക്കുക. നിങ്ങൾക്ക് ഇത് ഇനി റിവ്യൂസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോഴത്തേക്കും ബൈ.